പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമീൻ. കട്രോ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണെന്ന് പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത്, ബഹുമാനപ്പെട്ട ഗീവർഗീസ് കിഴക്കേടെ വശം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. അദ്ദേഹം 3-4 വീഡിയോകൾ ഇട്ടതിൽ ഞാനിവിടെ ശ്രദ്ധിച്ചു. അത് ഒരുപാട് വിരുദ്ധതകൾ അതിനകത്തുണ്ട്. ഒന്നാമത്തേതിലൊരു തിരുമേനി ഒരു കത്തോലിക്ക പള്ളിയിൽ ചെന്ന് എന്തോ അന്യഭാഷ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി ആത്മായക്കാർ പലരും വിമർശിച്ചു. അച്ഛന്മാർ വിമർശിച്ചത് ഗീവരീസ് അച്ഛന് മാത്രമേ കണ്ടുള്ളൂ, വേറെ വല്ലവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. അത് ശരിയല്ല. ഒരു അഭിമന്യ തിരുമേനിയെ വിമർശിക്കുവാൻ ഒരച്ഛന് ചില മാനദണ്ഡങ്ങളുണ്ട് സഭയിൽ. അത് നമ്മൾ പാലിക്കണം. അതിനാണ് അച്ചടക്കം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്നാരും കേട്ടില്ല. അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി. ഒന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. ഞാൻ ഇനി പറയുന്നു, ഞാൻ പറഞ്ഞ് ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ആത്മാക്കാർ പറയുന്ന പോലെ നമ്മൾ പറയരുത്, അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഓരോ കാര്യങ്ങളും ഞാൻ ഓർത്ത് പറയണം. കുർബാനയുടെ ഇടയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥന തിരികെ കയറ്റുന്നതാണ്. വിശുദ്ധ തൃത്വത്തെക്കാൾ വലുതായിട്ട് മാതാവിനെ ആരും കാണുന്നില്ല, ഒരു പരിശുദ്ധന്മാരെ ആരും കാണുന്നില്ല. മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ പിതാക്കന്മാർ അനുവദിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാന മധ്യേ. വേണമെങ്കിൽ അത് നിർബന്ധമില്ല. ചില പള്ളികളിൽ കുർബാന കഴിഞ്ഞിട്ട് നടത്തുന്നത് അത് അഭികാമ്യവുമാണ്, തെറ്റല്ലത്. പക്ഷെ ഇവിടെ നടത്തുന്നതിൽ തെറ്റില്ല, പിതാക്കന്മാർ അനുവദിച്ചിട്ടുണ്ട്. അച്ഛന് ഓർമ്മയുണ്ട്, കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുവനന്തപുരത്തുണ്ട്. ഒരു പരിശുദ്ധൻ്റെ ഓർമ്മ അന്ന് നടത്തുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധൻ്റെ കുക്കുലിയോൻ്റെ സമയത്ത് പ്രമിയോനും സതറായി വായിപ്പിച്ച് ആ പരിശുദ്ധനെ ഓർക്കുന്നുണ്ട്. പിതാക്കന്മാർക്ക് അതിന് അധികാരമുണ്ടോ? നമ്മളതിന് ചോദ്യം ചെയ്യാൻ പാടില്ല. അച്ഛൻ ദർഗായിൽ നിന്ന് ഇറങ്ങി, സ്വർഗാരോഹണ ശുശ്രൂഷ കഴിഞ്ഞ് ദർഗായിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. ഇനി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് കുർബാനയിലുള്ളത്. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് സമയത്ത് നമ്മൾ 4 കുക്കുലിയോനും ചെല്ലലല്ലേ, ആ മധ്യസ്ഥ പ്രാർത്ഥനകളല്ലേ. അതിനെപ്പറ്റി അച്ഛനൊന്നും പറയാനില്ലേ? അപ്പോൾ മാതാവിനെ പറ്റി കുറച്ച് പ്രാർത്ഥന അവിടെ ചൊല്ലിയതുകൊണ്ട് അത് കിഴക്കോട്ട് തിരിഞ്ഞാലോചിച്ചു, പടിഞ്ഞാട്ട് തിരിഞ്ഞാലത്. മാതാവ് അവിടെ, മാതാവിൻ്റെ ആത്മാവ് കിഴക്കോട്ട് തിരിഞ്ഞ് സംബന്ധിക്കുന്നു, നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞെന്ന് മാതാവിനോട് ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അതാണല്ലോ അതിൻ്റെ അർത്ഥം. മാതാവിനെ ആരും യേശുവിൽ താഴെ, യേശുവിനോട് സമമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷെ ഒരു സത്യം നാം മനസ്സിലാക്കണം, കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു ആൾ ലോകത്തില്ല. അവളുടെ രക്തവും അവളുടെ മാംസവും എടുത്താണ് കർത്താവ് മനുഷ്യനായത്. അവളുടെ ഉദരത്തിൽ വെച്ചാണ് വചനത്തിലെ ദൈവത്വവും മറിയാവിൻ്റെ മനുഷ്യത്വം തമ്മിൽ ഒരിക്കലും വേർപിരിയാത്ത വിധം സമ്മേളിച്ചതും സംയോജിപ്പിക്കപ്പെട്ടതും. അത് വലിയൊരു പരിശുദ്ധ സത്യമാണ് പരിശുദ്ധ സഭയുടെ. മനുഷ്യത്വവും ദൈവത്വവും ഒന്നായിരിക്കുന്ന ഒരു യേശുവിന് മാത്രമേ സഭയിൽ രക്ഷ നൽകാൻ സാധിക്കൂ എന്നാണ് നമ്മുടെ പരിശുദ്ധ സഭയുടെ ഉറച്ച വിശ്വാസം. വേറെ സഭകളുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അച്ഛൻ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് മുഴുവൻ തെറ്റാണ് എന്ന് പറയാൻ നമുക്കധികാരമില്ല. അത് പിതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നു.
അതുപോലെ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിലെ ആ രഹസ്യങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് രഹസ്യാത്മതയുണ്ട് ഒരുപാട്. എല്ലാം നമ്മൾ പരസ്യമാക്കാൻ പറ്റില്ല. അപ്പം ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയുടെ ഭാഗം അച്ഛൻ കുർബാന തക്സ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശദീകരിക്കണം. കുർബാനയുടെ വ്യാഖ്യാനങ്ങൾ എഴുതുമ്പോൾ തിരുമേനിമാർ ആ ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ എങ്ങനെ നടത്തേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചോ, വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു വീഡിയോ നമ്മളിടുമ്പോൾ മറ്റ് സഭകളിലെ ആളുകളത് ശ്രദ്ധിക്കണം. ഈ രഹസ്യാത്മകത പുറത്തു പറയാൻ പാടില്ല. 6 മണി മുതൽ 9 മണി വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ മറയിടുന്നത്. സൂര്യൻ പോലും അവൻ്റെ കിരണങ്ങളെ മറച്ചു കളഞ്ഞു. ആ സമയത്താണ് കർത്താവ് സാത്താനുമായിട്ടുള്ള വൻ പോരാട്ടം നടത്തുന്നത്. 9 മണി നേരത്ത് അവൻ വിജയിച്ചു. സൂര്യൻ അവൻ്റെ കിരണങ്ങളെ വീണ്ടും അവനിലേക്ക് പ്രകാശിപ്പിച്ചു. രക്തക്കടലായ കർത്താവ് മാറി. അത്രമാത്രം പരിശുദ്ധമായ ഒരു സമയത്തെയാണ്, രഹസ്യാത്മത സൂക്ഷിക്കേണ്ട സമയത്തെയാണ് അച്ഛൻ അനാവരണം ചെയ്തത്. അത് തെറ്റ് തന്നെയാണ്. വിശുദ്ധ കുർബാന തന്നെ രഹസ്യമാണ്. മർക്കോസിന്റെ മാളിയപറിയിലേക്ക് 12 പേരെ മാത്രമേ കയറ്റിയുള്ളൂ. പുതിയ നിയമ പെസഹായെന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കുർബാനയെ പറ്റി പറയാൻ വെച്ചു. അത് പഠിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല മുഴുവനായിട്ട്. നമ്മൾ വിശുദ്ധ കുർബാന ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് വരും, അറിഞ്ഞോ അറിയാതെയോ. അല്പം ശ്രദ്ധ മാറിപ്പോയാൽ മതി വെച്ചു, അവിടെ പെസഹായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് സഭകളിലെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ രഹസ്യാത്മാത അറിയാൻ പാടില്ല. പണ്ട് കാലങ്ങളിൽ പള്ളിയുടെ മതിൽ ഭിത്തികൾ പൊക്കിക്കെട്ടടച്ചു, പൊക്കി വെച്ചാണ് അവിടെ ജനൽ വയ്ക്കുന്നത്. അറിയാമോ? ഒരു അക്രൈസ്വരം ഒന്ന് ഒളിഞ്ഞു നോക്കാൻ പാടില്ല അവിടെ എന്താ നടക്കണമെന്ന് കുർബാന നടക്കുന്ന സമയത്ത്. അതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. ഞാൻ അച്ഛനെ കുറ്റം പറയുന്നല്ല, ഒരു പ്രായമുള്ള ഒരു പുരോഹിതനെന്ന രീതിയിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും, ആ വിഷയം. പിന്നെ അച്ഛൻ്റെ ഒരു വിഷയം പറഞ്ഞല്ലോ, പരിശുദ്ധ തൃത്വത്തെ പറ്റി. തൃത്വം എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നും ഒരേ സമയം മൂന്നുമാണ്. 3 വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ, അങ്ങനെയൊന്നും എടുത്ത് പറഞ്ഞില്ല അച്ഛൻ. ഒരേ സമയം ഒന്നും ഒരേ സമയം മൂന്നുമാണ്. അത് തെറ്റാ. ഒരേ സമയം ഒന്നാണെന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ ദൈവത്വം, അതായത് സാരാംശം ഒന്നാണ്. എന്നാൽ ആളത്വത്തിൽ വ്യത്യാസമുണ്ട്. ആളത്വം പിതൃത്വം പിതാവിന്, പുത്രത്വം പുത്രന്, പുറപ്പെടൽ പരിശുദ്ധാത്മാവിന്. അപ്പം ആളത്വത്തിൽ വ്യത്യാസമുണ്ട്. അതാണ് കുനൂമ. അച്ഛനതൊക്കെ മനസ്സിലാക്കണം, അല്ലാതെ വെറുതെ അങ്ങനെ ഇതൊക്കെ പറയരുത്. തൃത്വം ഒരേ സമയത്ത് ഒന്നും ഒരേ സമയത്ത് മൂന്നുമാണ്. അപ്പം 3 കൂടിയതാണ് തൃത്വം. അപ്പോൾ 4 ദൈവമായി. ഈ ഒരേ സമയത്ത് ഒന്നും ഒരേ സമയത്ത് മൂന്നുമായിരിക്കുന്നത് ത്രിമൂർത്തിയാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. ഒരാൾ തന്നെ 3 അവസ്ഥയിൽ കാണപ്പെടുകയാണ്. അച്ഛൻ വിശുദ്ധ തൃത്വത്തെ ഉപയോഗിച്ചത് ഇത്രയും വലിയ മണ്ടത്തരം വേറെ വെച്ചു. ഒരു സൃഷ്ട വസ്തുവിനും വിശുദ്ധ തൃത്വത്തോട് ഉപമിക്കാൻ സാധ്യമല്ല. അദ്ദേഹം വെള്ളത്തെ പറ്റി പറഞ്ഞു, തെറ്റണത്. നമുക്ക് അതൊന്നും ആരെക്കൊണ്ട് സാധ്യത. സെൻ്റ് അഗസ്റ്റിന് പോലും ഇത് എത്ര കൊല്ലങ്ങൾ കൊണ്ടാണ് ഒരു അല്പം പിടികിട്ടിയെന്ന് പറയാം. എന്നിട്ടും അദ്ദേഹത്തിന് തെറ്റിപ്പോയി. വെള്ളത്തിൻ്റെ 3 അവസ്ഥ: ശരീരത്തെ, ദേഹം, ദേഹി, ആത്മാവ്. അത് 3 അവസ്ഥയല്ല, അത് 3 ഘടകങ്ങളാണ്. മനുഷ്യൻ്റെ 3 ഘടകങ്ങൾ. 3 ഘടകങ്ങൾ കൂടിയതാണ് മനുഷ്യൻ. പിതാവിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു. ദേഹിന്ന് ദേഹം ജനിക്കണോ? ദേഹിന്ന് ആത്മാവ് പുറപ്പെടാനോ?
അപ്പോൾ അച്ഛൻ എന്ന അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ അച്ഛനെ കുറ്റം പറയാൻ തിരിക്കരുത്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാച്ചുകൊണ്ട് നമ്മൾ പരസ്യമായിട്ടൊരു വീഡിയോ പറയുമ്പോൾ ശ്രദ്ധിക്കണം. തെറ്റാർക്കും പറ്റും. നമ്മൾ കഴിയുന്നിടത്തോളം അത് പഠിച്ചിട്ട് ഒരു വീഡിയോ പരസ്യമായിട്ട് പറയുന്ന പോലെയല്ല ഒരു ബുക്ക് വായിക്കുന്നു. ബുക്ക് പലരും വായിച്ചില്ലെന്ന്, വീഡിയോ പലരും ശ്രദ്ധിക്കും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനമാണ് പുത്രൻ. പിതാവിൻ്റെ മനസ്സിൽ ജനിക്കുന്ന വചനം അത് പുറത്തേക്ക് പറയുമ്പോൾ അത് പുത്രനായി. അത് വലിയ രഹസ്യമാണല്ലോ. അതിൽ പിതാവ് പുത്രൻ പരിശുദ്ധ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് എൻ്റെ കുറേ വീഡിയോകൾ കിടപ്പുണ്ട്. അച്ഛന് ഇഷ്ടമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ആ വീഡിയോകളൊന്ന് നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ, നമുക്കത് ആലോചിച്ച് തിരുത്താവുന്നതാണ്. വിശുദ്ധ നൃത്തത്തെപ്പറ്റി അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കും. 3 വ്യക്തിത്വങ്ങൾ 3 ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണായിട്ട് എപ്പോഴും സ്ഥിതി ചെയ്യുകയാണ്. പിതാവ് പൂർണ്ണദൈവമാണ്, പുത്രൻ പൂർണ്ണദൈവമാണ്, പരിശുദ്ധ പൂർണ്ണദൈവമാണ്. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, വേറെ ദൈവത്തിൽ നിന്നല്ല. പിതാവിൽ നിന്ന് പരിശുദ്ധ പുറപ്പെടുത്തുന്നു, വേറെ ദൈവത്തിൽ നിന്നല്ല. അതുകൊണ്ട് ഒരു ദൈവമുള്ളൂ ആണ്. തൃത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അതും കൂടെ അർത്ഥമുണ്ട്. പക്ഷെ അവരൊരിക്കലും ഒന്നിച്ച് നിൽക്കുന്നില്ല. വേർതിരിഞ്ഞ് തന്നെ എപ്പോഴും നിൽക്കുന്നത്. ഡിസ്റ്റിങ്ക്റ്റാണ്, വ്യതിരിക്ത ഭാവമാണ്, വ്യതിരിക്തമായിട്ട് നിൽക്കുകയാണ് അവർ. പിതാവ് പുത്രൻ പരിശുദ്ധ ഒന്നിനോടൊന്ന് ചേർത്ത് അവർ യോജിച്ച കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒന്നിനൊന്നും മീതെയോ അത് അറ്റാച്ച് ചെയ്തു അത് മുഴുവൻ പറയാൻ എനിക്കറിയാൻ പാടില്ല. എന്നാലത് വേർതിട്ട് നിൽക്കുകയാണ്. ഒരേ സമയത്ത് ഒന്നാകുന്നില്ല, ഒരേ സമയത്ത് മൂന്നാകുന്നില്ല, ഒരേ സമയത്ത് മൂന്നാകുന്നെന്ന് പറയാം, ഒരേ സമയത്ത് ഒരിക്കലും ഒന്നാകുന്നില്ല. അപ്പോൾ 3 1 4 ചെയ്യുമോ? ഒന്നാന്ന് പറയുന്നത് സാരാംശത്തിലാണ്. ഞാൻ പറയുന്ന അച്ഛനെ മുഴുവൻ ക്ലിയർ ആയിട്ട് ഇങ്ങനെ എൻ്റെ വീഡിയോകൾ നോക്കാം. ഇനി കൂടുതൽ പറഞ്ഞ് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി വീഡിയോ നോക്കിയിട്ട് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ എപ്പോഴും തിരുത്താൻ തയ്യാറാണ്. അഭിമന്യ മിലീറ്റിയസ് തിരുമേനി എന്നോട് പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്. വിശുദ്ധ തൃത്വത്തെപ്പറ്റി പലരും പല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് തൃപ്പാദങ്ങൾ നന്ദി പറയാണ് ഞാൻ. പിന്നെ അദ്ദേഹം പല കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ആധാരം പിതാവാ, സോഴ്സ്. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധ പുറപ്പെടുന്നു. അച്ഛൻ്റെ ഉപമകളൊന്നും ഇതിന് യാതൊരു സാധ്യതയില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു സൃഷ്ട വസ്തുവിനോടും വിശുദ്ധ തൃത്വത്തെ ഉപമിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. മേലിൽ ഈ ഉദാഹരണങ്ങൾ പറയരുത്. പലരും ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്, അത് തെറ്റാണ്. 3 പേരുടെയും ദൈവത്വം ഈക്വലാണ്. സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനെന്നല്ല, ഒന്നായിരിക്കുന്നവനെന്നാണ് വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലുന്നത്. പക്ഷെ ആളത്വത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ അച്ഛൻ പരിശുദ്ധ റൂഹായുടെ ആളത്വത്തെ പറ്റി അത് വലിയ മണ്ടത്തരമുണ്ട് അതിനകത്ത്. പരിശുദ്ധ റൂഹായ്ക്ക് ആളത്തുള്ളത് കൊണ്ടാണ് പ്രാവായിട്ട് വന്നത്, പ്രാവിൻ്റെ രൂപത്തിലാണ് വന്നത് എന്നാ വേദോസം പറയുന്നു. ആ പരിശുദ്ധ റൂഹായ്ക്ക് ആളത്വം ഉണ്ടായത് കൊണ്ടല്ല റൂഹയായിട്ട് വരാൻ സാധിച്ചത്. അങ്ങനെ വിചാരിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയാണെങ്കിലും പരിശുദ്ധ റൂഹ തീനാമിൻ്റെ സാദൃശ്യത്തിൽ വന്നപ്പോൾ ആ തീനാമിന് ജീവനുണ്ടോ? ആളത്തുണ്ടോ? തീനാമിന് ആളത്തുണ്ടോ? ആളത്വം എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹായുടെ സ്വഭാവത്തിലാണ്. അത് വിശദമായിട്ട് ഇപ്പോൾ പറയാൻ സമയമില്ല. എന്നുവെച്ചാൽ അത് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കുക. ആളത്വം എന്ന് പറയും. ഇപ്പം പ്രാവ്, വെള്ളം, മേഘം തുടങ്ങിയതൊക്കെ പരിശുദ്ധ റൂഹായുടെ പ്രതീകങ്ങളാണ്. നമ്മൾ വിശുദ്ധ മോറോൻ ഉപയോഗിക്കുന്നു, അതൊരു പ്രതീകമായിട്ടാണ്. പക്ഷെ അത് ആ മോറം പൂശി കഴിഞ്ഞാൽ ആ കുട്ടി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മാവിന് ശരീരത്തിൽ. അതുകൊണ്ട് മോറം കൊണ്ട് മുദ്ര കുത്തണം. നെറ്റിയിൽ മുദ്ര കുത്തുമ്പോൾ അത് ആത്മാവിലേക്കാണ് അത് പോകണം. ശരീരം മുഴുവൻ പൂശുമ്പോൾ അത് ശരീരത്തിലേക്കും പരിശുദ്ധ റൂഹായുടെ ആവാസം ഉണ്ടായി ഒരു പുതിയ മനുഷ്യനായിട്ട് ഇങ്ങനെ വരാണ്. പിന്നെ നമ്മൾ പിന്നെ അശുദ്ധമാകുന്നുണ്ട്, അത് നമ്മൾ വരണം. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. സമയം പോകുന്നു. പിന്നെ അച്ഛൻ ശോശാപ ആഘോഷിച്ചിട്ട്
ഞാൻ തന്നെ മടക്കി വയ്ക്കുന്നു, അതാണ് ശരിയെന്ന് പറഞ്ഞ അച്ഛൻ പറയുന്നത്. അത് തെറ്റാണോ? ചെയ്യാൻ വളരെ അവിടെ ശുശ്രൂഷക്കാരനുണ്ട്. വിശുദ്ധ കുർബാന തുടങ്ങിയാൽ ഈ വസ്തുക്കളിലൊന്നും അവന് തൊടാതെ ആരുമില്ല, പ്രധാന ശുശ്രൂഷക്കാരനും. അതുകൊണ്ട് അവൻ കൈ കഴുകി തിരുമേനിമാരുടെ അവരുടെ കൈ കൊടുത്ത് കൈ മുത്തിയൊക്കെയാണ് ഇത് ചെയ്യണത്. ഈ ശോശാപ്പയ്ക്ക് വേറൊരു വ്യാഖ്യാനമുള്ളത്, പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം കർത്താവിൻ്റെ കബറടക്ക സമയത്ത് അവൻ്റെ തലയിൽ ഒരു ഒട്ടക്കെട്ട് കെട്ടിയതാണ്. യഹൂദ രീതി അങ്ങനെയാണ്. ആ തൂവാലയാണ് അത് സൂചിപ്പിക്കുന്നത്, തലയിൽ കെട്ടിയിടത്ത് തൂവാല. അതെങ്ങനെയാണ് പത്രോസ് യോഹന്നാനും കണ്ടത്? അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നതായി കണ്ടു. ഒരച്ഛനൊന്നും മടക്കാൻ പാടില്ല. അത് ആഘോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആസാക്കിയും മേലാസാക്കിയും ചുറ്റി ഇടത്തോട്ടും വലത്തോട്ടും ചുറ്റി കഴിഞ്ഞിട്ട് അത് ആ ചുരുട്ടി കൂട്ടിയ പോലെ തന്നെ വടക്കുവശത്ത് വയ്ക്കുക. ഒരിക്കലും അച്ഛൻ മടക്കരുത്. ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് പോലെ ചുരുട്ടിക്കൂട്ടി തന്നെ അവിടെ ഇരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വേറെ ഞാനൊന്നും പ്രത്യേകം ഓർക്കുന്നില്ല. അച്ഛൻ്റെ വീഡിയോകളൊക്കെ നല്ലതാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള അപാകതകളും തെറ്റുകളും വരുമ്പോഴേ ജനത്തിനറിയില്ല. കുർബാനയുടെ മാഹാത്മ്യം ജനത്തിനറിയില്ല. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അച്ഛൻ്റെ പേരിൽ വേറൊരു വശം അതാണ്. നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പിതാവിനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും നിൻ്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. നിനക്കും നിൻ്റെ ഏകജാതനും നിൻ്റെ പരിശുദ്ധ റൂഹായും. കർത്താവ് ബലി സമർപ്പിച്ച പിതാവിനാണ്. കുർബാന തുടങ്ങുന്ന അച്ഛൻ്റെ അറകയിൽ കയറുമ്പോഴാണ്. അതുവരെയുള്ള ഒക്കെ ഒരുക്ക ശുശ്രൂഷയാണ്. തുയോഗ മാത്രമല്ല, ഒരുക്ക ശുശ്രൂഷ. ജനത്തെ ഒരുക്കാണ് അവിടെ. എത്ര പോലെ തിരുമേന്മാർ കുർബാന ചെല്ലുമ്പോഴേ വെന്നാലോന് കാവൽ, അതായത് ധൂപക്കുറ്റി വാഴത്തിന് മുമ്പ് സ്ലീവായെടുത്ത് വാഴ്ത്തും ജനത്തെ. ഇങ്ങനെ അവർക്ക് പാവോദനം കൊടുക്കുകയാണ്. ഇനി വലിയ കർമ്മത്തിലേക്ക് പ്രവേശിക്കുക, പാപരഹിതരായിട്ട് വേണം അതിനകത്ത് സംബന്ധിക്കാൻ. ദൈവമേനി പരിശുദ്ധനാണെന്ന് പറഞ്ഞ കർത്താവിനാണ് ഓർക്കുന്നത്, അത് ശരിയാണ്. പക്ഷെ അവിടെ അത് ഒരുക്കമാണ്. അവിടെ കർത്താവ് ബലി സമർപ്പിക്കുന്നു പിതാവിന്. അതാണ് കർത്താവിൻ്റെ പ്രതിനിധിയായ പട്ടക്കാരൻ, പിതാവിന് ബലി സമർപ്പിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞ അതിന് 2-3 പ്രാർത്ഥനകൾ പുത്രൻ തമ്പുരാനോടുണ്ട്. അവസാനത്തെ പ്രാർത്ഥന കൃതജ്ഞതാ പ്രാർത്ഥനയാണ്. ആ അച്ഛൻ ആ വാക്ക് ഉപയോഗിച്ചില്ല. പുത്രൻ തമ്പുരാനുള്ള പ്രാർത്ഥന കൃതജ്ഞതാ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ഛൻ്റെ വീഡിയോകൾ നല്ലതാണ്. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തിയതല്ല, ഒരിക്കലും എന്നോട് ദേഷ്യം തോന്നരുത്. ഞാനിങ്ങനെ പലതും തിരുത്താറുണ്ട്. പക്ഷേ ഞാൻ അച്ചടക്ക ലംഘനമായി ഒന്നും പറയാറില്ല. ഒരു അച്ഛന് അതിനുള്ള അധികാരമില്ല. ഞാൻ തിരുമേനിമാരോട് പറയും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം. പ്രത്യേകം മിലിറ്റേഴ്സിന് വേണ്ടി പറയും തെറ്റുണ്ടെങ്കിൽ തിരുമേനി തിരുത്തി തരണമെന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.